നമസ്കാരം. മൂവി ബ്രാൻഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഭാരവാഹികളുടെ അധികാര തർക്കവും യോജിപ്പില്ലായ്മയും ആരോപണ പ്രത്യാരോപണങ്ങളും കാരണം താരസംഘടനയായ അമ്മയിൽ വലിയ പൊട്ടിത്തെറികൾ. സംഘടനയിൽ പുതിയ ഭാരവാഹികൾ വന്നതോടെ തുടങ്ങിയ ആഭ്യന്തര കലഹം അതിരുവിട്ട അവസ്ഥ. ഇപ്പോൾ ലക്ഷ്മിപ്രിയ, ഹൻസിബ, ടിനി ടോം ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട പേരുകളായിട്ട് അമ്മയുമായി ബന്ധപ്പെട്ട് കേൾക്കുന്നത്. ലക്ഷ്മിപ്രിയയ്ക്ക് വേണ്ടി ഹൻസിബ അയച്ച ഒരു മെസ്സേജ്, അത് ലക്ഷ്മിപ്രിയയുടെ കുടുംബം തന്നെ ഇല്ലാതാക്കി എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. പക്ഷെ ആ മെസ്സേജ് എന്താണെന്നോ എന്തിനെ അടിസ്ഥാനത്തിൽപ്പെടുത്തിയാണ് എന്നും അതെങ്ങനെ അവരുടെ കുടുംബം തകർത്തെന്നോ ഒന്നും ആർക്കും അറിയില്ല. പക്ഷേ അതിൻ്റെ ചില സൂചനകൾ പുറത്തു വരുന്നുണ്ട് കേട്ടോ. ഗൾഫിൽ പോയപ്പോൾ നിങ്ങൾ ആ ചിത്രം എടുത്തോ എന്നുള്ളൊരു ചോദ്യമാണ് ലക്ഷ്മിപ്രിയയുടെ ജീവിതം തകർത്തത് എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ പുറത്തു വരുന്ന സൂചന. എന്തായാലും ടിനി ടോം ലക്ഷ്മിപ്രിയയും ഹൻസിബയും തമ്മിലുള്ള പ്രശ്നത്തിനെ തുടർന്ന് ടിനി ടോം ലക്ഷ്മിപ്രിയയെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയും ഹൻസിബയുടെ ഭാഗം കേൾക്കാൻ സമ്മതിക്കുകയും ചെയ്യാത്തതോടുകൂടെ ഹൻസിബ രാജിവെച്ച് പുറത്തു പോകുന്ന നടപടിയുണ്ടായി. അമ്മയിലെ എല്ലാ അംഗങ്ങളോടും പരാതികൾ പറഞ്ഞെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായതോടെയാണ് രാജിവെച്ച് പുറത്തു പോയതെന്നാണ് ഹൻസിബ പറയുന്നത്. ഇതിനുശേഷം റിപ്പോർട്ടർ ചാനലിൽ നൽകിയിട്ടുള്ള ഒരു അഭിമുഖത്തിൽ ഹൻസിബ ആ നഗ്ന സത്യങ്ങൾ വ്യക്തമാക്കി. തന്നെ മോശക്കാരിയാക്കിയിട്ട് വർഗീയവാദിയാക്കിയിട്ട് അവിടെ ഒരു കൂട്ടവിചാരണ ചെയ്യുന്ന രീതി, അതോടൊപ്പം തന്നെ അധികാരം എന്നുള്ളത് ഇന്നും അമ്മയ്ക്കുള്ളിലും നടക്കുന്നുണ്ട്. അധികാരം ദുർവിനിയോഗം എന്നുള്ളത് നടക്കുന്നുണ്ട്. ഏകാധിപതികളായാണ് പല പ്രവർത്തകരും അമ്മയ്ക്കുള്ളിൽ നിൽക്കുന്നത് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ ഹൻസിബ നടത്തുന്നു. എന്നാൽ ഹൻസിബയെ പാടെ തള്ളിക്കൊണ്ടാണ് ലക്ഷ്മിപ്രിയ രംഗത്തെത്തുന്നത്. തൻ്റെ കുടുംബജീവിതം നശിപ്പിച്ചത് ഹൻസിബയാണ് എന്ന് ലക്ഷ്മിപ്രിയ പറയുന്നു. അവരുടെ വാക്കുകൾ ഇങ്ങനെ: ഹൻസിബ ഹസൻ എനിക്കൊരു മെസ്സേജ് അയച്ചു. ഞാൻ കുടുംബവുമായി ജീവിക്കുന്ന വ്യക്തിയാണ്, വളരെ ചെറിയ പ്രായത്തിൽ വിവാഹിതയായ വ്യക്തി. എൻ്റെ ഫോണിന് ലോക്കില്ല. എൻ്റെ മക്കൾക്കോ ഭർത്താവിനോ സുഹൃത്തുക്കൾക്കോ എന്തെങ്കിലും ആവശ്യം വന്നാൽ ആക്സസ് ചെയ്യാൻ പാകത്തിലുള്ള ഒരു ഫോണാണ് അന്ന് എനിക്കുണ്ടായിരുന്നത്. ഡിസംബർ 10 രാത്രി ഹൻസിബ ഹസൻ എൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് അയച്ചു. മറുപടിയായി എന്താണ് ഈ പറഞ്ഞിരിക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു. ഞാൻ വർക്കിലാണ്, പിന്നീട് വിളിക്കാമെന്ന് ഹൻസിബ പറഞ്ഞു. ഇതിനുശേഷം പലതവണ ഞാൻ മോളെ എന്ന് വിളിച്ച് മെസ്സേജ് അയച്ചു. ഇപ്പോഴും ഹൻസിബയോട് അനിയത്തിയെ പോലെയുള്ള വാത്സല്യമുണ്ട്. പക്ഷേ എനിക്ക് വ്യക്തിവൈരാഗ്യമോ പരാതിയോ ആ കുട്ടിയോടില്ല എങ്കിൽ പോലും തൻ്റെ കുടുംബജീവിതം ആ ഒരൊറ്റ മെസ്സേജ് കാരണം തകർന്നു. എൻ്റെ മകൾക്ക് 10 വയസ്സേ ആയിട്ടുള്ളൂ. എപ്പോഴും എൻ്റെ വീട്ടിൽ വരാറുള്ള ഒരാളായിരുന്നു അവർ. പുറത്ത് പോകാറുണ്ടായിരുന്നു ഞങ്ങൾ. എൻ്റെ ഏറ്റവും നല്ല സുഹൃത്തായിരുന്ന കുട്ടിയാണ് ഹൻസിബ. എന്താണ് ഇങ്ങനെയൊരു മെസ്സേജ് അയക്കാനുള്ള കാരണമെന്ന് താൻ ചോദിച്ചു. എന്നാൽ അത് കഴിഞ്ഞ ഒരു ദിവസം എൻ്റെ ഭർത്താവ് ഈ മെസ്സേജ് വായിക്കുകയും അദ്ദേഹം വളരെ പാനിക്കായി എൻ്റെ വീട്ടിൽ ഇതിനെ ചൊല്ലി പല പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്തു. ശ്രീനിയേട്ടൻ മരിച്ചു കിടക്കുന്ന അവസ്ഥയിൽ പോലും ഹൻസിബ എൻ്റെ വീട്ടിലേക്ക് വരണം, മോൾ ജയേഷേട്ടനെ കണ്ട് ഇത് സംസാരിക്കണം എന്ന്, അല്ലെങ്കിൽ ഭർത്താവിനോട് ഫോണിലെങ്കിലും ഈ വിഷയത്തെക്കുറിച്ചൊന്ന് സംസാരിക്കണം എന്നൊക്കെ താൻ പറഞ്ഞു. പക്ഷെ അതിനൊന്നും ഹൻസിബ തയ്യാറായില്ല. അതാണ് ഈ പ്രശ്നത്തിനൊക്കെ കാരണം. അതിൻ്റെ പേരിലാണ് താൻ തൻ്റെ കുടുംബം തകർത്തു എന്ന തരത്തിൽ ഹൻസിബയ്ക്കെതിരെ പരാതി നൽകിയതെന്നൊക്കെയാണ് ലക്ഷ്മിപ്രിയ പറയുന്നത്. എന്നാൽ ലക്ഷ്മിപ്രിയയുടെ ഈ വാദങ്ങൾ പൊളിച്ചെടുക്കുന്ന തരത്തിൽ ഹൻസിബയും രംഗത്തുണ്ട്. അമ്മയുടെ കുടുംബ സംഗമത്തിന് ടൈറ്റിൽ സ്പോൺസർഷിപ്പ് ഒരു മതസംഘടന ഏറ്റെടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഒരു പാനിക് സിറ്റുവേഷൻ കഴിഞ്ഞാലേ അത് തുറന്നു പറയാൻ കഴിയുള്ളായിരുന്നു. അവിഹിത കഥകളൊക്കെയാണ് അവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. തുടക്കം മുതലേ മാനസികമായി പീഡനം. പരാതി പറഞ്ഞിട്ട് കാര്യമില്ലെന്നുള്ളത് അറിയാവുന്നതുകൊണ്ട് പറഞ്ഞില്ല. ചേച്ചിയോട് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞിരുന്നു. ടൈറ്റിൽ സ്പോൺസർഷിപ്പ് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നെ വർഗീയവാദിയാക്കി സ്ഥിരീകരിച്ചു. അവിടുത്തെ പുനഃപ്രതിഷ്ഠാ ചടങ്ങിന് ഞാനും പോയിട്ടുണ്ട്. അങ്ങനെയുള്ള എന്നെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നതും. അമ്മയുടെ ഗ്രൂപ്പിൽ ഒരു പോൾ പോലെ ഇട്ടിരുന്നു. ഞാൻ നോ ആണ് അതിനറിയിച്ചത്. ആദ്യം ആരും നോ പറയാനില്ലായിരുന്നു, പിന്നെയാണ് നോ പറഞ്ഞത്. ഇത് കഴിഞ്ഞപ്പോഴാണ് എനിക്കെതിരെ തൃപ്പൂണിത്തുറ വനിതാ സെല്ലിൽ ഒരു പരാതി പോകുന്നത്. ഒരു വനിതാ താരം, അവരുടെ പേര് പറയാമോ എന്നറിയില്ല, ദുബായിൽ പോയപ്പോൾ എന്തെങ്കിലും ഫോട്ടോ എടുത്തിരുന്നു എൻ്റെ ഒരു ഫ്രണ്ട് ആ ഫോട്ടോ കണ്ടു എന്നൊരു മെസ്സേജ് ഇട്ടിരുന്നു. ആ മെസ്സേജ് കണ്ട് അവരുടെ വീട്ടിൽ ഡൊമസ്റ്റിക് വയലൻസ് നടന്നു എന്നൊക്കെയാണ് പറയുന്നത് എന്നാണ് ഹൻസിബ പറഞ്ഞത്. എന്തായാലും ഇതൊക്കെ തന്നെ തുടങ്ങിയിരിക്കുന്നത് റിപ്പോർട്ടർ ചാനലിൽ നിന്ന് ഹൻസിബ നൽകിയ ഒരു ബൈറ്റാണ്. റിപ്പോർട്ടറിലെ
മോർണിംഗ് ഷോ ആയിട്ടുള്ള ഒരു ലൈവിലായിരുന്നു ഈ ഒരു തുറന്ന പറച്ചിൽ. താരസംഘടനയിൽ നിന്നും രാജിവെക്കാൻ കാരണം ടിനി ടോമിൻ്റെ കുപ്രചാരണമാണെന്നായിരുന്നു അൻസിബ പറഞ്ഞത്. ഈ കമ്മിറ്റിയിൽ എതിരില്ലാതെ ജോയിന്റ് സെക്രട്ടറിയായി വന്നത് മുതൽ അനുഭവിക്കാൻ തുടങ്ങിയ കാര്യമാണെന്നും ഒരു കമ്മിറ്റി ആകുമ്പോൾ എല്ലാവർക്കും ഒരേ അഭിപ്രായം ആകണമെന്നില്ല എന്നുള്ളതൊക്കെ അൻസിബ പറയുന്നു. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായതിൻ്റെ പേരിൽ വ്യക്തിവൈരാഗ്യമാണ് കാണിച്ചു കൊണ്ടിരിക്കുന്നത്. എനിക്ക് ഈ ലോകത്തിൽ അവിഹിതമുണ്ടാകാൻ ബാക്കി ഒരാളുണ്ടോ എന്ന് പോലും അറിയില്ല. അത്രമാത്രം കുപ്രചാരണങ്ങൾ. മറ്റു പലരോടും ഇത് പറഞ്ഞിട്ട് അവരെന്നോട് വന്ന് പറയുന്നു. ഞാനത് സഹിച്ചു. ഒരു പെണ്ണിനെ മോശക്കാരിയാക്കാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗം ഇതാണ്. അത് കഴിഞ്ഞ് എനിക്ക് തീരെ സഹിക്കാൻ പറ്റാതായത് ഞാൻ ഇസ്ലാമിലേക്ക് അദ്ദേഹത്തിൻ്റെ ഡ്രൈവറെ ഉൾപ്പെടെ കൺവേർട്ട് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ള ആരോപണം. ഇത്രയൊക്കെ പറയുന്ന ആളുകളുടെ കൂടെ ഞാൻ എങ്ങനെ ഒരു കമ്മിറ്റിയിലിരിക്കും? അറപ്പ് തോന്നി. നീനാക്കുറുപ്പ് ചേച്ചിയോട് ഈ കാര്യങ്ങൾ ചോദിച്ചു നോക്കണം. അവരും ഇതൊക്കെ തന്നെ പറയും. അവർ ഔദ്യോഗികമായ അമ്മയിലേക്ക് പരാതിയും അയച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കാൻ പോയിട്ടില്ല. കാരണം എങ്ങനെ ചോദിക്കാൻ പറ്റും? ഇത്രയും നാളായി കണ്ടുകൊണ്ടിരുന്ന ആൾക്കാരാണ് വ്യക്തിവൈരാഗ്യം കാരണം ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ശ്രമിച്ചെന്ന് പറയാൻ അയാൾക്ക് എങ്ങനെ തോന്നിയെന്ന് ചിന്തിച്ചു. എൻ്റെ പേര് അൻസിബ ഹസൻ എന്നായതുകൊണ്ട് മാത്രമല്ല അങ്ങനെയൊക്കെ പറയുന്നത്. ഇങ്ങനെയൊരു കമ്മിറ്റിയിൽ തുടരേണ്ട എന്നുള്ളത് തോന്നാനും ഈ പ്രവർത്തനങ്ങളാണ് കാരണം. അസോസിയേഷനിൽ പാവമായ കുറേ മെമ്പേഴ്സ് ഉണ്ട്. അവർക്കെല്ലാം കൃത്യമായിട്ടുള്ള സഹായങ്ങൾ കിട്ടുന്നു. ഞാനിതിൽ പറഞ്ഞത് സംഘടനയ്ക്കെതിരായിട്ടുള്ള ചിത്തപ്പേര് വരേണ്ട എന്നുള്ള കാര്യം വിചാരിച്ച് തന്നെയാണ് ഒന്നും തുറന്ന് പറയാതിരുന്നത്. പക്ഷേ എൻ്റെ കരിയറിനെ ബാധിക്കുമോ എന്ന പേടിയടക്കമുണ്ടായിരുന്നു. പക്ഷേ ഇത് കേട്ടതിൻ്റെ ട്രോമ, ജോലി തിരക്ക് കാരണമാണ് രാജിക്കത്ത് എന്നൊക്കെ പറഞ്ഞ് താൻ ശ്വേതയോട് പ്രതികരിച്ചു. പക്ഷേ പരാതി പറഞ്ഞിട്ടില്ല എന്നുള്ള ഒരു കാര്യം കൊണ്ട് ഹൻസിബയെ എല്ലാവരും ഇപ്പോൾ സൈബർ ഇടങ്ങളിലടക്കം ആക്രമിക്കുന്ന കാര്യമാണ് രംഗത്തുള്ളത്. എന്തായാലും ഇതേ സമയത്ത് ഇതിനൊക്കെ പ്രധാന കഥാപാത്രം എന്ന് പറയുന്നത് അമ്മയിലെ പ്രസിഡന്റ് അവരെടുക്കാത്തൊരു നടപടിയെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ അമ്മയുടെ ഭാഗത്തു നിന്ന് അവർക്ക് പറയാനുള്ളത്, അമ്മ പ്രസിഡന്റ് ശ്വേതാ മേനോന് പറയാനുള്ളത്, സംഘടനയിലെ പല കാര്യങ്ങളും തനിക്ക് അറിയില്ല എന്നുള്ളതാണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ആ സംഘടനയിലേക്ക് ഉദ്യോഗസ്ഥരോട് അല്ലെങ്കിൽ അതിലെ ഔദ്യോഗികമായ ഒരു പരാതി നൽകാൻ പോലും ആർക്കും അവിടെ താല്പര്യമില്ല അല്ലെങ്കിൽ ധൈര്യമില്ല എന്നുള്ളതാണ് ഇത് വ്യക്തമാകുന്നത്. അല്ലെങ്കിൽ എന്ത് നടന്നു കഴിഞ്ഞാലും പ്രസിഡന്റെങ്കിലും അറിയേണ്ടതാണ്. എന്തായാലും അങ്ങനെയൊന്നും തനിക്ക് അറിയില്ല എന്നാണ് ശ്വേതയുടെ വെളിപ്പെടുത്തൽ. ഇപ്പോഴത്തെ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലും മുതിർന്ന താരങ്ങൾ പറഞ്ഞാൽ അമ്മയുടെ തലപ്പത്ത് നിന്ന് മാറാൻ തയ്യാറാണെന്നും ശ്വേതാ മേനോൻ പറയുന്നു. താൻ രാജിവെക്കാൻ തയ്യാറാണ്, പക്ഷേ തോൽക്കാൻ തയ്യാറല്ലെന്നാണ് ശ്വേതയുടെ വാക്കുകൾ. പറയാനുള്ളത് മുഖത്ത് നോക്കി പറയും. എക്സിക്യൂട്ടീവിനുള്ളിൽ തന്നെ ചിലർക്ക് ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്നുണ്ട്. കുറച്ചു കാലമായി അമ്മ ഓഫീസിൽ എന്താണ് നടക്കുന്നത് എന്ന് തനിക്ക് മനസ്സിലാകുന്നില്ല. സെക്രട്ടറിയും ട്രഷററുമാണ് എല്ലാം ചെയ്യുന്നതെന്നും ശ്വേത വ്യക്തമാക്കി. കുക്കു പരമേശ്വരനോട് തനിക്ക് ഒരു ഈഗോ പ്രശ്നവുമില്ല. അൻസിബയ്ക്കും പ്രശ്നം വ്യക്തിപരമായിരുന്നു. അമ്മയ്ക്ക് അതിൽ ഒന്നും ചെയ്യാനില്ല. വീട്ടിൽ നടക്കുന്ന പ്രശ്നത്തിൽ അമ്മ എങ്ങനെ ഇടപെടും എന്നാണ് ശ്വേത ചോദിക്കുന്നത്. ടിനി ടോമിനെതിരായിട്ടുള്ള അൻസിബയുടെ പരാതി മാധ്യമങ്ങൾ വഴിയാണ് അറിഞ്ഞതെന്ന് ശ്വേത പറഞ്ഞു. അൻസിബയുടെ പരാതിയിൽ ജനറൽ ബോഡിയിൽ ചർച്ച ചെയ്തു. അതാണല്ലോ അമ്മയുടെ കോടതി. അമ്മയെ നാറ്റിക്കാനുള്ള അജണ്ട ആണോ അൻസിബയ്ക്കെന്നും അതോ എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ എന്നും അറിയില്ലെന്നും ശ്വേത ചൂണ്ടിക്കാട്ടി. സ്ത്രീകൾക്ക് നയിക്കാൻ പറ്റില്ല എന്ന് താൻ വിശ്വസിക്കുന്നില്ല എന്നും ശ്വേത ഇതോടൊപ്പം തന്നെ അമ്മയെക്കുറിച്ച് വ്യക്തമാക്കുന്നു. അതേസമയം താരസംഘടനകളെക്കുറിച്ചുള്ള പൊട്ടിത്തെറികൾ മൗനം പാലിച്ചുകൊണ്ടിരിക്കുകയാണ് മുതിർന്ന താരങ്ങളെല്ലാം തന്നെ എന്നുള്ളതും ശ്രദ്ധേയമാണ്. നേരത്തെ സംഘടനയെ നയിച്ചവരടക്കം ഇതിൽ കമ എന്നൊരക്ഷരം വേണ്ടിയിട്ടില്ല. അടുത്ത മാസം 21 ചേരുന്ന വാർഷിക പൊതുയോഗത്തിൽ എല്ലാ ചർച്ചകളും ചെയ്യണം എന്നുള്ള നിലപാടിലാണ് കാര്യങ്ങൾ പോകുന്നത്. പുറത്തു പറയുന്നില്ലെങ്കിലും ശ്വേതാ മേനോനും കുക്കു പരമേശ്വരനും ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ ഒട്ടുമിക്ക നടീനടന്മാരും കടുത്ത അമർഷമുണ്ട് എന്നുള്ളതാണ് സൂചനകൾ. നേതൃത്വം മാറണമെന്നാണ് പലരുടെയും അഭിപ്രായം. അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്ന് രാജിവെച്ച അൻസിബ ഹസൻ കഴിഞ്ഞ ദിവസമാണ് സംഘടനാ നേതൃത്വത്തിനെതിരെയും ടിനി ടോമിനെതിരെയും തുറന്നടിച്ച് രംഗത്ത് വന്നത്. തന്നെ ജിഹാദി എന്ന് വിളിച്ചു, മതപരിവർത്തനം നടത്തി എന്ന് ആരോപിച്ച് അവിഹിത ബന്ധമുണ്ട് എന്ന് പറഞ്ഞ് പരത്തി എന്നാണ് ടിനി ടോമിനെതിരെ പരാതി നൽകിയിരിക്കുന്നത്. ടിനി ടോമിനെതിരെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. പോലീസിൽ വ്യാജ പരാതി നൽകാനും പലരും മടിച്ചില്ല എന്നും അൻസിബ ഉന്നയിച്ചിരുന്നു. ഇതിന് പിന്നാലെ ടിനി ടോമിനെ കുറിച്ച് നടി റീന കുറുപ്പും രംഗത്തെത്തി.
കുടുംബ മേളയ്ക്കിടെ ടിനി കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു എന്നും അസഭ്യം പറഞ്ഞു എന്നുമാണ് സംഘടനയ്ക്ക് പരാതി നൽകിയിരിക്കുന്നത്. അൻസിബ ഹസൻ ജോയിന്റ് സെക്രട്ടറി സ്ഥാനം രാജിവെച്ചതോടെയാണ് അമ്മയിലെ പ്രശ്നങ്ങൾ ആദ്യം പുറത്തുവന്നത്. പ്രസിഡന്റ് നിയമിച്ച ഓഫീസ് മാനേജരെ ജനറൽ സെക്രട്ടറി പുറത്താക്കിയത് കൂടുതൽ വെളിപ്പെടുത്തലുകൾക്ക് കാരണമായിട്ടുണ്ട്. ട്രഷറർ ഉണ്ണി ഷിബാലിന് നിർബന്ധിത അവധി നൽകേണ്ടി വന്നതും മാനക്കേടായിട്ടുണ്ട്. അമ്മ ഭരണസമിതി അംഗമായ ടിനി ടോമിനെതിരെ അൻസിബയ്ക്ക് പിന്നാലെ നീന കുറുപ്പും ആരോപണം ഉന്നയിച്ചതോടെ വീണ്ടും വലിയ രീതിയിലുള്ള ചർച്ചകൾക്കാണ് ഇടം പിടിച്ചിരിക്കുന്നത്.